لا ما ابغى مويه ما ابغى. اوكي شكرا يا حبيبي شكرا والله شكرا شكرا يا الله شو اسوي. അപ്പം ഞാൻ അങ്ങനെ നമ്മൾ പറയാ നോക്കാം നമുക്ക്. ജസാക്കല്ലാ ഖൈർ അല്ലാഹ് യർദ അലൈക്. ഇതൊരു 4 ആക്ഷൻ ഇവിടെ കണ്ടോ നിങ്ങൾ. 4 സംഗതി. ഒരു അറബി എനിക്ക് വെള്ളം തന്നു. ഞാൻ വെള്ളം എടുത്ത് തരുമ്പോൾ ഞാൻ അയാളോട് എന്ത് പറഞ്ഞു? വേണ്ടാന്ന് പറഞ്ഞു. മലയാളത്തിൻ്റെ രീതിയാണത്. വേണ്ട 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 അങ്ങനെ എനിക്ക് മാണ്ടാറ് ഞങ്ങളുടെ നാട്ടിലൊക്കെ. അത് മാണ്ടാന്ന് പറയുന്നതോട് കൂടെ സാധനം കിട്ടുമല്ലോ, പിന്നെ അത് പോയി. അത് മാത്രമല്ല ബഹുമാനം തീരെയില്ലാത്തൊരു വേണ്ട. അപ്പം അങ്ങനെ പറയരുത്. പ്രത്യേകിച്ച് ഫുഡ് ഐറ്റംസിനോട് മംനു ആണ്, പറയാൻ പാടില്ല. അപ്പം എന്താണ് അവിടെ പറയേണ്ടത്? രണ്ടാമത് ഞാൻ പറഞ്ഞു, അദ്ദേഹം വെള്ളം തന്നപ്പോൾ ഞാനിത് പറഞ്ഞു, ശുക്രൻ ഹബീബി ശുക്രൻ താങ്ക്സ്, നന്ദി പൂർവ്വം നിരസിക്കുക എന്ന് പറയും. ശുക്രൻ ശുക്രൻ എന്നാണ്. എന്തൊരു സംഗതിയെ നിങ്ങൾക്ക് തരുമ്പോൾ വേണ്ട എങ്കിൽ എന്താ പറയുക? ശുക്രൻ എന്നാണ്. അതുകൊണ്ട് തന്നെ മൂന്നാമതൊരു അബദ്ധം സംഭവിച്ചു. ചില ആളുകൾ എന്തുണ്ട്, സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ശുക്രൻ ശുക്രൻ ശുക്രൻ, വളരെ സന്തോഷമുണ്ട് സാധനം കിട്ടല്ലേ. അപ്പോൾ ആ സാധനം പോയി. കാരണം എന്താണ്? അദ്ദേഹത്തിന് തോന്നിയത് ഇത് വേണ്ട എന്നാണ് അയാൾ പറയുന്നത് അല്ലേ. അപ്പോൾ പിന്നെ നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ, പിന്നെ വേണം എന്ന് നമുക്ക് എങ്ങനെ പറയാം? വേണം, അതായത് അത് തെന്നുകൊണ്ടിരിക്കുക. വാങ്ങുമ്പോൾ ഒരു നന്ദി പറയേണ്ട ആളോട്, അതല്ലേ മനുഷ്യത്വം. വാങ്ങുമ്പോൾ നന്ദി പറയുമ്പോൾ ജസാക്കല്ലാ ഖൈർ ജസാക്കല്ലാ ഖൈർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാങ്ങിക്കോളി. എപ്പോഴും വാങ്ങിക്കഴിഞ്ഞിട്ടാണ് ശുക്രൻ പറയേണ്ടത്. വാങ്ങുമ്പോൾ ശുക്രൻ പറഞ്ഞാലുള്ള പ്രശ്നം അത് വേണ്ട എന്ന ആംഗിളിലേക്ക് പോകും. മനസ്സിലായോ? ഒരു വാക്കിൻ്റെ ഒരു ഓപ്പോസിറ്റും അർത്ഥമല്ലേ അവിടെ വരുന്നത്. താങ്ക് യു എന്നാണ്. ഇംഗ്ലീഷിലും അങ്ങനെ തന്നെ. താങ്ക്സ് എന്ന് പറയുമ്പോൾ വേണ്ട എന്നർത്ഥമാണ്. എനിക്കൊരാളൊരു സഹായം തന്നു, താങ്ക്സ്. എൻ്റെ അർത്ഥം എന്താണ്? വേണ്ട വേണ്ട വേണ്ട, നന്ദിപൂർവ്വം ഞാനത് നിരസിക്കുന്നു എന്നാണ്. ഇങ്ങനെയുള്ള ഈ ഒരു ശൈലിയെ നിങ്ങൾക്ക് പഠിക്കണോ? അറബി ഭാഷ ഒരു കൾച്ചറാണ്. അത് പഠിപ്പിക്കുന്നത് അറബിക്ക് വേണ്ടി കഴിഞ്ഞ 10 വർഷമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 25,000-ലധികം വിദ്യാർത്ഥികൾ ഈ രീതിയിൽ കൾച്ചർ റിലേറ്റീവ് വാർത്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും അതിലൊക്കെ ജോയിൻ ചെയ്യാം. അതിനുവേണ്ടി ഇതിനോടൊപ്പം നിങ്ങൾക്ക് ബന്ധപ്പെടാം. എന്തായിരുന്നാലും വീഡിയോകൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശുക്രൻ ലക്കും, മഅസ്സലാമ.